ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ സ്പെഷ്യൽ ഗ്രാമസഭ നടത്തി. PMAY ഗുണഭോക്താക്കളുടെ ഗ്രാമസഭയാണ് നടത്തിയത്. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി നടപ്പാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. കൃഷ്ണകുമാർ പറഞ്ഞു. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലാണ് PMAY ആവാസ് പ്ലസ് ഗുണഭോക്താക്കളുടെ സ്പെഷ്യൽ ഗ്രാമസഭ സംഘടിപ്പിച്ചത്. PMAY ലൈഫ് ഗുണഭോക്താക്കളായി 115 പേരാണ് ഗ്രാമപഞ്ചായത്തിലുള്ളത്. മുഴുവൻ ഗുണഭോക്താക്കളെയും ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി നടപ്പാക്കുമെന്ന് ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ് N. കൃഷ്ണകുമാർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആർക്കും കിട്ടില്ല എന്ന ആശങ്ക വേണ്ട. ഈ വർഷത്തോടു കൂടി തന്നെ ഇതിന്റെ ലിസ്റ്റ് പൂർത്തീകരിച്ച് നമുക്ക് ഈ വർഷത്തിന്റെ അവസാനത്തോടു കൂടി തന്നെ നമുക്ക് സമ്പൂർണ്ണമായ ലൈഫ് പദ്ധതി നടപ്പാക്കാനുള്ള ഒരു തീരുമാനവുമായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ പ്രാവശ്യത്തോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ആത്യന്തികമായ ലക്ഷ്യം സമ്പൂർണ്ണമായ പാർപ്പിട പദ്ധതി തന്നെയാണ്. ഇവിടെ ഇനി കുറച്ച് ആൾക്കാർ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമുക്ക് ഇതിനകത്ത് ഒരുപാട് ആൾക്കാർക്ക് വീട് കൊടുത്തതാണ്, നടന്നുകൊണ്ടിരിക്കുക, പണി പൂർത്തീകരിച്ചവരുണ്ട്. ഇനി അവസാനത്തെ ഒരു ഗഡു പൈസ മാത്രം കിട്ടാനുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് പരിഹരിക്കണമെങ്കിൽ നമുക്ക് ഈ വരുന്ന വാർഷിക പദ്ധതി നമുക്ക് പണം അനുവദിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരെ ഈ പറയുന്നത് പോലെ PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് പോലെ തന്നെ ലൈഫ് പദ്ധതിയിലേക്കും അവരെ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള പഞ്ചായത്തിന്റെ ശ്രമമാണ്. അപ്പോൾ ഈ PMAYയിൽ നിന്ന് കിട്ടിയ ആൾക്കാർക്ക് ഏറെ വിഷമമുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വൈസ് പ്രസിഡന്റ് മുബീന നാസിം, അയ്യാണിക്കൽ മജീദ്, B. സെവന്തികുമാരി, ലീന പ്രവീൺ, രാജുമോൻ, B. ശ്രീദേവി, BS വിനോദ്, അശോകൻ, ചിഞ്ചു, കൃഷ്ണപ്രിയ, ശ്രീലത പ്രകാശ്, ജയകുമാരി, കാർത്തിക, മണിയപ്പൻ, ബിനു, സന്തോഷ്, ശ്രീരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.